എനിക്ക് അത്രയ്ക്ക് അറിയില്ല, എന്നാലും പറഞ്ഞു തന്നാൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമല്ലോ. സാറ് നന്നായി പഠിപ്പിച്ചു തരുമായിരുന്നു അഭിനയിക്കാൻ. പിന്നെ വിനീതും മനോജും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനോജേടനും വിനീതേടനും ഒക്കെ വരുമല്ലോ മനസ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തായിരിക്കും മനോജേടനോടൊക്കെ? ഈശ്വര, ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും രംഭയെ കുറിച്ച് പറയും. കാരണം പാവ കുട്ടി, തെലുങ്ക് കുട്ടിയല്ലേ. അതന്ന് പാവം ഒരു 9ോ 10ോ പഠിക്കുന്ന സമയമാണ്. 9ാം ക്ലാസ് ഫുൾപ്പാവാടിയൊക്കെ ഇട്ട് വരും. അതിനൊരു അക്ഷരം മലയാളം അറിയില്ല, തെലുങ്ക് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ അത് വരുമ്പോ അതിന് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. അപ്പൊ മുഴുവൻ സ്വരങ്ങളൊക്കെ അല്ലേ പാടുന്നത്, മുഴുവൻ ക്ലാസിക്കലായിട്ടുള്ള പാട്ടും ശാസ്ത്രീയമൊക്കെ അല്ലേ അതിലധികം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പാടുമ്പോ ഇതിന്റെ വാക്ക് ചുണ്ടനങ്ങിയാൽ മതിയല്ലോ കറക്റ്റ് ആയിട്ട്. അപ്പൊ തെറ്റിച്ച് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിനീത് എന്നെ നോക്കി ഇങ്ങനെ ആക്കിയാൽ മതി, എനിക്ക് അപ്പൊ ചിരി പൊട്ടും. അങ്ങനെ മനോജ് അതിലേറെ എല്ലാരും വലിയ ഗൗരവത്തിൽ അഭിനയിക്കേണ്ട സീനുകളാണ്. പക്ഷെ ഈ ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിയാ എല്ലാരും കൂടെ. പാവട്ടോ, അതിനെ കളിയാക്കുന്ന അതിനറിയൂല. എന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ വലിയ ഫ്രണ്ട്സായി, അതെല്ലാം ശരിയാക്കി. ഇപ്പോഴും രംഭ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇപ്പോഴും.